നമസ്കാരം. കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് JDT കോളേജിലെ പേരാമ്പ്ര മണ്ഡലം സ്ട്രോങ് റൂം പരിസരത്ത് വോട്ടെടുപ്പിന് ശേഷം 11ാം ദിവസം അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേന്ദ്രത്തിലേക്ക് സ്ഥാനാർത്ഥികളെയോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയോ മുൻകൂട്ടി അറിയിക്കാതെ റവന്യൂ ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പുമായിട്ട് കടന്നു ചെന്നതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ ആധാരം. വോട്ടെണ്ണൽ നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൃത്യമായ നോട്ടീസ് നൽകാതെയും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിക്കാതെയും നടത്തിയ ഈ ഒരു പരിശോധന ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന ആക്ഷേപം ശക്തമാണ്. വോട്ടർമാരുടെ വിധി രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങൾ അത് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിൽ ഇത്തരമൊരു നീക്കം നടന്നത് അട്ടിമറി ലക്ഷ്യമിട്ടാണെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർ നൽകിയ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ ദുരൂഹത ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. മുറിയിൽ മറന്നുവെച്ച ഡയറി എടുക്കാനാണ് എത്തിയതെന്ന് ആദ്യം പറഞ്ഞ അധികൃതർ പിന്നീട് അത് സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനാണെന്ന് തിരുത്തി പറയുകയുണ്ടായി. സ്ട്രോങ് റൂം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ വാതിലിനുള്ളിൽ ലാപ്ടോപ്പുമായിട്ട് ഉദ്യോഗസ്ഥർ എന്തിന് പണി ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ഒരു ഡയറി എടുക്കാൻ എന്തിനാണ് ലാപ്ടോപ്പ് കൊണ്ടുപോയതെന്ന UDF പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ലാതെ പോയത് തീർച്ചയായിട്ടും കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമായിട്ടാണ് ഇവിടെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. വോട്ടിംഗ് മെഷീനുകൾ ഇല്ലെന്ന് പറയുന്ന മുറിയിൽ പോലും ഇത്രയേറെ രഹസ്യ സ്വഭാവം പുലർത്തേണ്ട കാര്യമെന്തെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. സുരക്ഷാ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നതെന്നത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശപ്രകാരം സ്ട്രോങ് റൂമിൻ്റെ ഇന്നർ പെരിമീറ്ററിൽ കേന്ദ്രസേനയായിട്ടുള്ള BSFന് മാത്രമാണ് കാവൽ ചുമതലയുള്ളത്. എന്നാൽ 144 പ്രഖ്യാപിച്ച മേഖലയിൽ സംസ്ഥാന പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും നിർബാധം വിഹരിക്കുന്നത് കണ്ടത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെയൊക്കെ തന്നെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. രാവിലെ 8 മണിയോടെ ഒരു ഫോൺ കോളിലൂടെ മാത്രം വിവരം അറിയിച്ച് 9 മണിയോടെ പരിശോധന തുടങ്ങിയ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്രിയയെ തടയാൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധത്തിന് അവിടെ കാരണമായി മാറി. ഒരു സ്ഥാനാർത്ഥിക്ക് സ്വന്തം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രം പരിശോധിക്കാൻ നിയമപരമായിട്ടുള്ള അവകാശമുണ്ടായിരിക്കെ ഉദ്യോഗസ്ഥർ കാട്ടിയ പരിഭ്രമ സംശയങ്ങൾ ശരിവെക്കുന്നതായിരുന്നു. ഈ വിഷയത്തിൽ മണ്ഡലത്തിലെ മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന നിശബ്ദത അത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോ BJP സ്ഥാനാർത്ഥി M മോഹനൻ മാസ്റ്ററോ ഈ ഗൗരവകരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയിൽ ഇതുവരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ തയ്യാറായിട്ടില്ല. പേരാമ്പ്ര മണ്ഡലത്തെ ദീർഘകാലം പ്രതിനിധീകരിക്കുകയും നിലവിൽ LDF കൺവീനറായിരിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്ന നേതാവ് പോലും വോട്ടെടുപ്പിലെ ഈ അട്ടിമറി സാധ്യതയെക്കുറിച്ച് മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സംശയമുണർത്തുന്നുണ്ട്. മണ്ഡലത്തിൽ തുടക്കം മുതലേ BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന UDFന്റെ ആരോപണങ്ങൾക്ക് ഈ നിശബ്ദത കൂടുതൽ കരുത്ത് പകരുകയാണ്. പ്രചാരണ സമയത്ത് UDFനെതിരെ വർഗീയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ വ്യാജ സന്ദേശങ്ങളും അഴിച്ചുവിട്ട് വോട്ടർമാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിക്കുകയാണോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ നേരിട്ടെത്തി പ്രചരണം നടത്തിയ പേരാമ്പ്രയിൽ UDFന് ലഭിക്കുന്ന വലിയ ജനപിന്തുണയെ തുരങ്കം വയ്ക്കാനാണ് ഇത്തരത്തിലുള്ള നിഗൂഢ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ജനവിധി തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഭരണപക്ഷം അധികാരത്തിൻ്റെ ഹുങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയൊക്കെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറും MK രാഘവൻ MP ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിശ്വാസമില്ലെന്ന് കാട്ടി UDF നേതൃത്വം ജില്ലാ കളക്ടർക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകി കഴിഞ്ഞു. ഇന്നർ പെരിമീറ്ററിൻ്റെ പൂർണ്ണ ചുമതല BSFനെ ഏൽപ്പിക്കണമെന്നും സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള എല്ലാ സ്പെയർ റൂമുകളും ഉടൻ സീൽ ചെയ്യണമെന്നുമാണ് പ്രധാന ആവശ്യം. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ താൽക്കാലികമായിട്ട് പരിശോധനകൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും വോട്ടെണ്ണൽ ദിവസം വരെ അതീവ ജാഗ്രത തുടരാനാണ് പ്രവർത്തകരുടെയൊക്കെ തന്നെ തീരുമാനം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായ ജനങ്ങളുടെ വോട്ടുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് ജനാധിപത്യ പ്രക്രിയയുടെ തന്നെ വിശ്വാസ്യതയെ തകർക്കുന്നതായിരിക്കും.